അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ 5ാം T20 മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ 30 റൺസിന് തകർത്ത് ടീം ഇന്ത്യ പരമ്പര 3-1 സ്വന്തമാക്കി. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് ലഭിച്ചത് സ്വപ്നതുല്യമായ തുടക്കമായിരുന്നു. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്ന് ആദ്യ ഓവറുകളിൽ തന്നെ ദക്ഷിണാഫ്രിക്കൻ ബോളർമാരെ പ്രഹരിച്ചപ്പോൾ സ്കോർ ബോർഡ് കുതിച്ചു. സഞ്ജു 22 പന്തിൽ 37 റൺസും അഭിഷേക് 21 പന്തിൽ 34 റൺസും നേടി പുറത്തായി. എന്നാൽ യഥാർത്ഥ വെടിക്കെട്ട് തുടങ്ങാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മധ്യനിരയിൽ തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ഒത്തുചേർന്നപ്പോൾ സ്റ്റേഡിയം ഇളകി മറഞ്ഞു. തിലക് വർമ്മ 42 പന്തിൽ 73 റൺസ് നേടി ക്ലാസ് കാണിച്ചപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിംഗ് വിസ്ഫോടനമായിരുന്നു കണ്ടത്. വെറും 25 പന്തിൽ 63 റൺസാണ് ഹാർദിക് അടിച്ചുകൂട്ടിയത്. ഇവരുടെ മികവിൽ നിശ്ചിത 20 ഓവറിൽ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 231 എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തി. 232 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ക്വിന്റൺ ഡീകോക്ക് 65 റൺസ് തകർത്തടിച്ചതോടെ ആദ്യ ഓവറുകളിൽ മത്സരം കൈവിട്ടുപോകുമോ എന്ന് ഇന്ത്യ ഭയന്നു. എന്നാൽ അവിടെയാണ് വരുൺ ചക്രവർത്തിയുടെ മാന്ത്രിക സ്പിൻ കളി മാറ്റിയത്. ഡീകോക്കിന്റെയും പ്രധാന താരങ്ങളുടെയും വിക്കറ്റുകൾ പിഴുത് വരുൺ ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. വരുൺ 4 വിക്കറ്റുകൾ നേടിയപ്പോൾ ജസ്പ്രീത് ബുംറ തന്റെ 4 ഓവറിൽ വെറും 17 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റെടുത്ത് ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിരയുടെ നടുവൊടിച്ചു. ഒടുവിൽ 20 ഓവറിൽ 201 റൺസിന് ദക്ഷിണാഫ്രിക്കയുടെ പോരാട്ടം അവസാനിച്ചു. 30 റൺസിന്റെ തകർപ്പൻ ജയത്തോടെ ഇന്ത്യ പരമ്പര 3-1 സീൽ ചെയ്തു. 2026 ലോകകപ്പിന് മുന്നോടിയായി ടീം ഇന്ത്യയുടെ ഈ പ്രകടനം ആരാധകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.